ജയറാമിന് ഒരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ്. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിന്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിനെ വെച്ച് ആടുപുലിയാട്ടം ജയറാമിന് ഒരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ പടമാണ്. ഹസീബുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു ജയറാം എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ്, ഫേക്കായിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിന്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. എനിക്കറിയാം, പലരുടെ അനുഭവവും നമുക്കറിയാം. അതുകൊണ്ട് നീ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള, ഹസീബിനോട് പറഞ്ഞിട്ടുള്ള, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇളയനിയും പറഞ്ഞിട്ടുണ്ട്, സകല ആൾക്കാരും പറഞ്ഞു. പക്ഷെ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസന്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അത് ഹസീബ് അവരിട്ടിട്ട് പോയത്, തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോയത്. അത് ഹസീബിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, തന്നിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങി. അത് പഞ്ചാബിൽ, ഹൈദരാബാദ്, ഫിലിം സിറ്റിയിലൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് പൈസ മുടക്കി ചെയ്ത സിനിമയാണ്. പഞ്ചാബിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഇളയ ബ്രദറും പറഞ്ഞു, ഹസീബെ പോയ പൈസ പോയി, ഇതിന് മുമ്പോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും ജയറാമേട്ടനോട് ഞാനൊരു വാക്കോ, ജയറാമേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആ പടം പൂർത്തിയാക്കി. വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായിപ്പോയി. സാമ്പത്തിക ബാധ്യതകൾ വന്നു, അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്ന് അവൻ മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. കീഹോൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ജയറാം മാത്രം അറിഞ്ഞിട്ടില്ല. ജയറാം മാത്രം ആ കാര്യം അറിഞ്ഞിട്ട്, ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. നിരന്തരം ജയറാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പടം ഫ്ലോപ്പായിട്ട് പോലും ഹസീബിനെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട്, അന്നും ചോദിച്ചിട്ടില്ല. പിന്നീട് മകളുടെ കല്യാണത്തിനാണ് വിളിക്കുന്നത്. എത്രയോ 2-3 വർഷത്തിന് ശേഷം വിളിച്ചപ്പോൾ ഹസീബിന് സംസാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കത്തില്ല പുറത്തോട്ട് വരുന്നത്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല പറയുന്നത്. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുള്ള സമയത്ത് ജയറാം വിളിച്ചപ്പോൾ ആണ് ജയറാം അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് മെസ്സേജ്, ഹസീബിന് സംസാരിക്കാൻ പറ്റുന്നില്ല, വൈഫാണ് സംസാരിക്കാൻ, ഹസീബിന് ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലും ഉണ്ട്. എൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് ഞാൻ എപ്പോഴും കണ്ണനോട് പറയും. എൻ്റെ ഒരൊറ്റ ഉറപ്പിന്മേലാണ് ഹസീബ് ചെയ്തത്. ഹസീബ് അതിന് ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല. എന്താണെന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല. ഹസീബ് വിളിച്ച ഫോൺ എടുക്കത്തില്ല. വലിയ ചതിയാണ് ജയറാം ചെയ്തത്. അവൻ എങ്ങനെ നിന്ന ഒരാളാണെന്നറിയാമോ? വലിയ ചതിയാണ് ചെയ്തത്. ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിൻ്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലേ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല എന്താണ്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ടായി. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിലേ പോയാൽ ഇപ്പോഴും നമ്മുടെ 7 Rs വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷേ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചു. ഹസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ് ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയും പഠിച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും. അടുത്ത പ്രാവശ്യം ഈ മാസം 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കടവണം. ഓക്കെ. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ് അവർ തമ്മിൽ മീറ്റിംഗ്, ചെന്നൈ പോയാൽ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ. പറഞ്ഞതല്ലേ എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അത്
സത്യമാണെന്നുള്ളതിൻ്റെ വോയിസ് മെസ്സേജ് ഹസീബിൻ്റെ അയച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, എൻ്റെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഹസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട പരി നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക, എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഒരു സഹായം ചെയ്തില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്.